സ്വാഗതം. സയന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ താങ്കൾക്ക് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ എടുക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനും ഒരു പ്രതിസന്ധിയും താങ്കൾക്ക് നേരിടുന്നുണ്ടാവാം. അതിൽ നിന്ന് എന്ത് പരിഹാരമാണ് ഏഞ്ചൽസ് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ രണ്ട് കാർഡും റെസൊനേറ്റ് ചെയ്താൽ മാത്രമേ ഈ മൂന്നാമത്തെ കാർഡും നമുക്ക് റെസൊനേറ്റ് ആവുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് നമ്മുടെ ഒരു കറണ്ട്, എന്ത് സിറ്റുവേഷനെ കുറിച്ചാണ് ഏഞ്ചൽസ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു സമൃദ്ധിയുടെ കാർഡാണ്. പക്ഷേ ഈ കാർഡ് നമുക്ക് വരുമ്പോൾ ഇതൊരു ബ്ലോക്കേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ധനത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അത് എവിടെ നിന്ന് വരും എന്നറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ധനത്തിൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക വീർപ്പുമുട്ടൽ, വിമ്മിഷ്ടം, ഇതാണ് നാം അനുഭവിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലിപ്പോൾ ക്രോസ് ചെയ്യുന്നത് നമ്മൾ പറയും തടസ്സമായിട്ട് വരുന്നത് ചോദിച്ചാൽ നമുക്ക് എയ്സ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. എയ്സ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയും. അതായത് ഈ പ്രതിസന്ധിയെ, അതായത് ഇങ്ങനെ നിൽക്കുന്ന ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ നേരിടണം. വാളെന്ന് പറയുന്നത് ബുദ്ധിശക്തിനെയാണ് സൂചിപ്പിക്കുന്നത്, സംസാരശക്തിനെയാണ് സൂചിപ്പിക്കുന്നത്, മനസ്സിൻ്റെ വ്യക്തതയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ പൊളിക്കാൻ നമുക്കൊരു വഴി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നു, പല വഴികൾ ആലോചിക്കുന്നു, പല രീതിക്ക് നോക്കുന്നു. പക്ഷേ എന്തു വന്നാലും നമുക്കൊരു കൃത്യത, ഒരു വ്യക്തത, അതിൻ്റെ ഒരു താക്കോലെന്ന് പറയുമല്ലോ പ്രശ്നത്തിൻ്റെ, അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏഞ്ചൽസിനോട് ചോദിക്കുകയാണ് എന്താണ് ഇന്ന് രാത്രി പറയാനുള്ളത് എന്നോടെന്ന് ചോദിക്കുമ്പോൾ ഏഞ്ചൽസ് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ഷോ യുവർ താങ്ക്സ് ബൈ ദ വേ യു ലിവ് യുവർ ലൈഫ് എന്നുള്ളതാണ്. അതായത് ഏഞ്ചൽസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള പരിഹാരം ഞാൻ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് താങ്കളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. ഉദാഹരണത്തിന് വീഡിയോ കാണാൻ ഒരു മൊബൈലുണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ, നമുക്ക് നാളെ രാവിലെ ഭക്ഷണം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ, നമുക്ക് കിടക്കാൻ ഒരു കൂരയുണ്ടെങ്കിൽ, അതിനെല്ലാം നാം ഗ്രേറ്റ്ഫുള്ളായിരിക്കണം. അങ്ങനെ നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയെ പൊട്ടിക്കാനുള്ള ഒരു താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. I wish you good night, dears. Trust this. I will see you tomorrow morning. Sleep tight. Thank you very much.